തിരൂരിൽ നിന്ന് വെളിപ്പാടുകള്, ഈ തിരൂരിൽ നിന്ന് വെളിപ്പാടുകള്. ഒരു ദിവസം എന്റെ ഡ്രൈവർമാര് ഫേസ്ബുക്കിൽ എനിക്കൊരു വാട്സപ്പിൽ വീഡിയോ അയച്ചു തരുന്നത്, അത് നടക്കുന്നത് പൊന്നാനി അങ്ങാടിയിലാ. ഇവിടെ നിന്ന് തിരൂരിൽ നിന്ന് വെളിപ്പാടുകളെ പൊന്നാനിയില്. ഏത് പൊന്നാനിയാ? കേരളത്തിന്റെ മക്ക എന്നറിയപ്പെട്ട പൊന്നാനി, മഖ്ദൂമുകളുടെ പൊന്നാനി. എന്റെ ഇമറുൽ കാവിയിൽ വെളിയങ്കോട് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഈ വെളിയങ്കോട് മലയാള മണ്ണിൽ നിന്ന് അറബിക്കടലിന്റെ തിരമാലകൾ ആദ്യം തുടങ്ങിയിട്ട് മദീന റൗളയുടെ കവാടത്തിന്റെ മുമ്പിൽ പോയിട്ട് പ്രണയത്തിന്റെ ഈശലുകൾ പാടിയ ഉമർ ഫക്കീർ മുർത്തദി ബിജനാബികും ഇർജുലിതാ അലൽ ബുകാഇ ബിബാബികും വദമു മിനൈനി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വെളിയങ്കോട് ഞങ്ങളുടെ പാദസ്പർശനം നടന്ന മഖ്ദൂമുകാരുടെ പൊന്നാനി തുഹ്ഫത്തുൽ മുദാഹിരീൻ എന്ന മലയാളത്തിന്റെ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ ഇവനെച്ചെടുത്തുകളെ ലോകത്തിന് സമ്മാനിച്ച കേരളത്തിന്റെ മക്ക എന്നറിയപ്പെട്ട പൊന്നാനി, ഏറ്റവും വലിയ ഇസ്ലാമിക പാരമ്പര്യമുള്ള പൊന്നാനി. ഈ കേരളത്തിന്റെ ഉള്ളിലുള്ള ആരെങ്കിലും ഇസ്ലാമിനെ അടുത്തെറിഞ്ഞിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വരാൻ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളടക്കമുള്ളവര് ഇസ്ലാമിനെ പഠിക്കാൻ വരുന്ന തർബിയത്ത് നടക്കുന്ന പൊന്നാനി. ആ പൊന്നാനിയിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടികള് സെന്റ് ഓഫ് എന്ന് പറയുന്ന പുതിയൊരാഘോഷത്തിന്റെ പേര് പറഞ്ഞ് തലയില് തട്ടമിട്ട, തലമറച്ച തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികള് പൊന്നാനി അങ്ങാടിയിൽ കടന്ന് ആനക്ക് നെറ്റിപ്പട്ടം കൊടുത്ത് അതിലൂടെ നടന്നിട്ട് ചെറുപ്പക്കാരുമായിട്ട് ആടിത്തുമറുക്കുന്നത് കണ്ടപ്പോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളതറിഞ്ഞില്ലേ? ആരാടിത്തുമറുക്കുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന തലയിൽ തട്ടമിട്ട നമ്മുടെ പെങ്ങന്മാരല്ലേ, അവര് നമ്മുടെ സഹോദരിമാരല്ലേ. എനിക്ക് ഏറ്റവും നൊമ്പരം എവിടെയാണെന്നറിയോ? എന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയത് എവിടെയാണെന്നറിയോ? ഞാൻ വ്യക്തമായിട്ട് പറയാ. ആ വീഡിയോ കാണുമ്പോ മറുഭാഗത്ത് നെറ്റിയിൽ കുറിയുള്ള, ചന്ദനക്കുറിയുള്ള ഹൈന്ദവ പെൺകുട്ടികളെ നാണത്തോടെ മാറി നിൽക്കുകയാ. അവര് കൈകെട്ടിയിട്ട് നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട ഹൈന്ദവ പെൺകുട്ടികൾ തലയിൽ തട്ടമില്ല പെണ്ണിന്. അവര് കബറിനെ പേടിച്ച് വിശ്വാസമുള്ളവരല്ല, അവര് ആഖിറത്തെ വിശ്വസിക്കുന്നവരല്ല, അവര് നരകത്തെ പേടിയുള്ളവരല്ല, അവര് സ്വർഗത്തെ ആശിച്ചവരല്ല. എന്നിട്ട് പോലും ഹൈന്ദവ പെൺകുട്ടികളുടെ ധാർമ്മികതയുടെ പേരില്, ഒരു മാന്യതയുടെ പേരില് പഠിക്കാൻ വിട്ട മാതാപിതാക്കളെ വഞ്ചിക്കുന്ന മാനസിക കുത്തിന്റെ പേരില് ആ പെൺകുട്ടികൾ മറുഭാഗത്ത് മാറി നിൽക്കുമ്പോ പെൺകുട്ടികളുടെ ചെറുപ്പക്കാരുടെ കൂടെ ആടിത്തുമറുത്ത മുസ്ലിം പെണ്ണേ, ഇതിന്റെ പേരിൽ ഏത് വിവാദമുണ്ടായാലും എനിക്ക് പ്രശ്നമല്ല. ആ ഒരു വിവാദം ഞാൻ കണക്കാക്കുന്നില്ല. പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള ഈ ഡപ്പാങ്കൂത്തും ഈ കൂടിക്കലരും ശ്രദ്ധിക്കണം. അത് സെന്റ് ഓഫിന് മാത്രമല്ല, അതാരാണെന്നല്ലേ, അത് രാഷ്ട്രീയ പാർട്ടികളുടെ ആഘോഷമാകട്ടെ, അത് സാമുദായിക പാർട്ടിയുടേതാകട്ടെ, സാമുദായിക സംഘടനകളുടേതാകട്ടെ, ഉത്തരവാദിത്തപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനാചാരങ്ങൾ അരങ്ങ് തകർക്കുമ്പോ അരുതേ എന്ന് പറയാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇതൊരിടത്ത് ഒറ്റപ്പെട്ട കാഴ്ചയല്ല. കൂടി ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയാ, ആരാണോ ഏത് സാമുദായിക സംഘടനകളാകട്ടെ, ഏത് സാമുദായിക പാർട്ടികളാകട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിന്റെ വിധി നിയമങ്ങളെ കാത്തു പറത്തി പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ ആഴത്തുമറുക്കാൻ അവസരം കൊടുത്ത ദുനിയാവല്ലല്ലോ നാളെ പടച്ചറപ്പിന് മുമ്പിൽ പോകേണ്ടതല്ലേ? എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള്, 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് 1 പഠിക്കുന്ന, പ്ലസ് 2 പഠിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ അങ്ങനെ ആടിത്തുമറുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിനൊരു തീരുമാനം ഇതോടെ ഈ ലോകത്തിന്റെ സംഘടനകൾ എടുക്കണം. ഇതിനുവേണ്ടി പൗരപ്രമുഖർ മുമ്പോട്ട് വരണം. നമ്മുടെ പെൺമക്കളുടെ ആസൂത്രിതമായ വലയിൽ വീടുമ്പോ ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ എത്രയാ? എന്റെ തിരൂരപ്പങ്ങളെ, ഇതിലൂടെ ആന നെറ്റിപ്പട്ടം കെട്ടിയിട്ട് ഇസ്ലാമിന് അന്യമായ, അള്ളാന്റെ ദീനിന്റെ ശരീഅത്തിലില്ലാത്ത, അള്ളാന്റെ ദീനിന്റെ
അള്ളാഹുവിന്റെ ശരീഅത്ത് അനുവദിക്കാത്ത ആനക്കൊമ്പന്മാര് കൊമ്പുകുലുക്കി പോകുമ്പോ കാഴ്ചക്കാരായി പോകുന്ന വഴിയില് കാഴ്ചക്കാരായി നോക്കി നിന്ന പർദ്ദയിട്ട പെണ്ണ്, നീയും അതിനോട് മാനസികമായി ഐക്യപ്പെട്ടവളാ. വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. എന്നെ നിന്നെ ഈ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. അത് കാണാൻ പോലും നിക്കൽ അതിനോട് മനസ്സുകൊണ്ട് ഐക്യപ്പെടലാ. അള്ളാഹു നിന്നെ ശപിക്കും പെണ്ണ്. വഴിയരികിൽ നിന്ന് നീ ആ കാഴ്ചയൊന്ന് കാണാൻ നിന്നാൽ പോലും അത് അല്ലാഹ് ഇഷ്ടപ്പെടാത്തതാണ്. അത് മുത്തറസൂല് വെറുത്തതാണ്. അത് കണ്ണുകൊണ്ട് കാണുന്നത് പോലും ആ തെറ്റിനോട് നീ ഒന്ന് ഉന്തിക്കൊടുക്കലാ എന്നല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, അല്ലാഹു ശപിക്കപ്പെട്ട സമൂഹമാരാണ് നിങ്ങൾക്കറിയോ? ഇഹലോകത്തും പരലോകത്തും ഒരു സഹായിയെ കിട്ടാത്ത, ഒരാളുടെ പോലും പടച്ചറപ്പിന്റെ സഹായത്തിന് പോലും അർഹരല്ലാത്ത അല്ലാഹു ശപിച്ച ആളുകളാരാന്നറിയോ? അത് പറയാനാണ് ബിപിയങ്ങാടിയിൽ ഞാൻ എഴുന്നേറ്റ് നിന്നത്. നെഞ്ചുറപ്പോടെ നെഞ്ചൂക്കോടെ കയ്യൂക്കോട് പടച്ചറപ്പിന് മാത്രം ഭയന്നിട്ട് പറയാനാണ് വന്നത്. അതിനാണ് ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ആരാണ് പടച്ചറപ്പ് ശപിച്ചവരാരെന്നറിയോ? നിങ്ങളാരും ബിപിയങ്ങാടിക്കാര്, പുതിയങ്ങാടി നേർച്ചയുടെ പരിസരത്ത് വസിക്കുന്നവര് അല്ലാഹു ശപിച്ചവരാരാന്ന് ചോദിച്ചാൽ നിങ്ങളാര് കരുതണ്ട. അവര് പാതിരാത്രിയിലും മദ്യപിച്ചിട്ട് ലെക്കുകെട്ട് തെറിപ്പാട്ട് പാടി തങ്ങാടിയിലെ കടത്തുണ്ണയില് കിടന്നവരല്ല. അവര് 10നും 50നും 100നും 1000നും പലിശ കൊടുത്തിട്ട് പലിശ കൊണ്ട് ജീവിച്ചവരല്ല. അവരൊക്കെ അല്ലാഹു ശപിച്ച വിഭാഗം തന്നെയാ. അവര് വഴിയിലൂടെ കടന്നുപോയ പെണ്ണിനെ കടന്നു പിടിച്ചിട്ട് ആ പെണ്ണിനെ മരത്തി കടത്തുമാനമെന്ന് നീത് വലിച്ചെറിഞ്ഞവരല്ല. അല്ലാഹു ശപിച്ച വിഭാഗമാരെന്നറിയോ? ഇത് ബാക്കിയുടെ കണ്ടെത്തലല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലുയിനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസാ ഇബ്നു മറിയം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിലൂടെ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിലൂടെ അല്ലാഹുവിന്റെ റിസാലത്തിന്റെ ദൗത്യമായി പ്രബോധന വഴിയിലേക്ക് നെഞ്ചൂട്ടോടെ ഇറങ്ങി വന്ന 2 പ്രവാചകന്മാരവിടെ നാവിലൂടെ ശപിച്ച ഒരു വിഭാഗം ആളുകളുണ്ട്. അല്ലാഹു ശപിച്ചവരാ, അവന്റെ പ്രവാചകന്മാര് ശപിച്ചവരാ. അവരാരാന്നറിയോ? അല്ലാഹു പറയാ, അല്ലാഹും അവന്റെ പ്രവാചകന്മാരും അവരെ ശപിക്കാനുള്ള കാരണം എന്താ? അവര് മദ്യപിച്ചത് കൊണ്ടല്ല, അവര് പലിശ വാങ്ങിച്ചത് കൊണ്ടല്ല. പിന്നെ അവര് ചെയ്ത തെറ്റെന്താന്നറിയോ? കാനൂനായതനാഹൂന മുൻകരൂ ഫാലൂ ലബിസമാ കാനൂ യഫാലൂ. അല്ലാഹു പറയാ, കാനു അവരായിരുന്നു. പുതിയങ്ങാടി നേർച്ചയുടെ പരിസരത്ത് താമസിക്കുന്നവരെ, ഈ തിരൂരുകാരോട് ഞാൻ പറയാ, ഈ പറയുന്നവരെ നിങ്ങളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ? അല്ല പറയാ, കാനു അവരാരെന്നറിയോ? ലായതനാഹൂന അൻ മുൻകരി ഫഅലൂ. അവരുടെ ചുറ്റുഭാഗത്ത് അവരുടെ മക്കളും അവരുടെ പിതാക്കന്മാരും അവരുടെ കൂട്ടുകാരും തോന്നിവാസം കാണിക്കുമ്പോ ആ തോന്നിവാസത്തിൽ അവര് പെട്ടിട്ടില്ല. ശരിയാണ്, ഞങ്ങളതിൽ ഉൾപ്പെട്ടിട്ടില്ല ഉസ്താദ്. അത് മാത്രമല്ല, ലായതനാഹൂന അവരുടെ കൺമുമ്പിൽ പേക്കൂത്തുകൾ നടത്തുമ്പോ, തോന്നിവാസങ്ങൾ നടക്കുമ്പോ, വിശുദ്ധമായ ഇസ്ലാമിനെ പരസ്യമായി വലിച്ചു നീരി നടക്കുന്ന ആവാസങ്ങൾ നടക്കുമ്പോ, ലായതനാഹൂന അൻ മുൻകരി ഫഅലൂ. സമൂഹം ചെയ്ത തോന്നിവാസത്തെ അവര് തടസ്സപ്പെടുത്താത്തവരാ. അവരതിനെതിരെ വിവാദകരാവാറ്, തിന്മയുടെ വിവാദകരാവാറ്. അവര് ഞങ്ങളിതിന് പെട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ലായതനാഹൂന അവരതിനെ നിരുത്സാഹപ്പെടുത്താത്തവരാ, അവരവരെ തടയാതിരിക്കുന്നവരാ. എന്റെ പൊന്നുമോനെ, പടച്ചറപ്പിന്റെ ശാപം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമേതെന്നറിയോ? അവരത് ചെയ്തിട്ടില്ല. ശരിയാണ്, അവരതിൽ ഉൾപ്പെട്ടിട്ടില്ല. പക്ഷേ ലായതനാഹൂന അൻ മുൻകരി ഫഅലൂ. ആ തോന്നിവാസത്തവരെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അരുതേ
എന്ന് പറഞ്ഞിട്ടില്ല. ഇത് തിന്മയാണെന്ന് അവർ ഉറക്കലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല. ഇത് സത്യമാണ് എന്ന് ആരൊക്കെയോ ഭയന്നിട്ട് ചില കച്ചവട താല്പര്യത്തിന് വേണ്ടി, സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി അവരതിൽ നിന്ന് മാറി നിന്നവരാ. തീർച്ച അവരതിനെ നിരുത്സാഹപ്പെടുത്താത്തവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും പറയാറുണ്ട് ഇത് പുതിയങ്ങാടിയിൽ മാത്രം കഥയല്ല. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ അനാചാരങ്ങൾ അരങ്ങ് തകർക്കുമ്പോ അതിനുവേണ്ടി പ്രോത്സാഹനം ചെയ്തവര് ഞങ്ങളത് ചെയ്തിട്ടില്ല ഉസ്താദേ. ആണയും അമ്പാരി ചണ്ടകട്ടും ഗാനമേളയുമായി അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പേര് പറഞ്ഞിട്ട്, മക്കാമകളുടെ പേര് പറഞ്ഞിട്ട് ഏത് ഔലിയാക്കളാ അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ വന്ന അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ക് പാടി തന്ന റസൂലിനെ സ്വപ്നം കാണാൻ ആഗ്രഹിച്ച ഔലിയാക്ക് അനവധി കരാമത്തുകൾ ലോകത്തോട് പറഞ്ഞു കൊടുത്ത ഔലിയാക്ക് അവരുടെ പേര് പറഞ്ഞ് വെറും കച്ചവട താല്പര്യത്തോട് മാത്രം ആണയും അമ്പാരി ചെണ്ടമേളവും ശൃംഗാരിമേളവുമായി പൈക്കൂത്ത് നടത്തുന്ന പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, ലജ്ജിച്ച് തലതാഴ്ത്തുക. അമ്പലങ്ങളിലും ഉത്സവ പറമ്പുകളിൽ നിന്ന ആധാരങ്ങള് പള്ളിയുടെ മിനാരത്തിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കോപം വാങ്ങിയ ആനകൾ എത്രയാണ് ഇവിടെ പുതിയങ്ങാടിയിൽ കെട്ടിയിരുന്നല്ലിച്ചത്. എനിക്കത് പറയാൻ ഭയമില്ല. പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. ഒരാളുടെ പ്രശംസയ്ക്ക് വേണ്ടി ഒരു പദവി ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അത് സമസ്തയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി പദവിയാണെങ്കിലും ശരി, ഏത് പദവിയാണെങ്കിലും ഒരു പ്രശംസയ്ക്ക് വേണ്ടിയല്ല, പടച്ചറപ്പിന്റെ പൊരുത്തത്തിനല്ലാതെ ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയാറുമില്ല. പക്ഷേ സഹോദരങ്ങളെ, എന്താ നടമാടുന്നതേതാ? ആനയും അമ്പാടിയുമായി തരങ്ങ് തകർക്കുമ്പോ ഞാൻ എന്റെ പ്രസംഗം കബീർമാക്കുക തിരൂരും പരിസരത്തും ഇവിടെ വന്നാലും 7 മണിയാകുമ്പോഴേ 10,000കണക്കിന് തിരൂരിലെ സഹോദരിമാർ ഇവിടെ ഒരുമിച്ച് കൂടാറുണ്ട്. ഒറ്റപ്പാലത്ത് നടക്കുന്ന എന്റെ ഹിഫ്ളുൽ ഖുർആൻ ഒരു പരിധി വരെ പറഞ്ഞാൽ ഈ തിരൂരിലെ 6,666 നേർച്ചയാക്കുന്ന എത്രയോ സഹോദരിമാര് എപ്പോഴെന്റെ ഹിഫ്ളുൽ ഖുർആനിൽ പൈസ ഇല്ലയോ അപ്പോഴൊക്കെ പറയും തിരൂര് ഭാഗത്തിൽ വളർന്നെങ്ങനെ ഒന്നൊരു മാസത്തേക്ക് എന്റെ ഹാഫിലിങ്ങൾക്ക് നിറഞ്ഞ വയറാ. അത്രയേറെ എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട തിരൂര് പെങ്ങളെ, കഴിഞ്ഞ നേർച്ച ഇവിടെ നടക്കുമ്പോ പാതിരാ സമയത്ത് വാളം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇവിടെ ഇതേപോലെ യാത്ര ചെയ്തു പോയതാ. സമയത്ത് എത്രത്തോളം പെൺകുട്ടികളാ പർദ്ദയിട്ട് തല നിറച്ചിട്ട് പർദ്ദയിടാത്തവളല്ല, തലമറക്കാത്തവളല്ല, ആഫ്സാരി ധരിച്ചവളല്ല, ഇസ്ലാമിന്റെ വേഷവിധാനമില്ലാത്തവളല്ല, പർദ്ദ ധരിച്ച് മക്കനെയിട്ട് എത്രയോ പെണ്ണുങ്ങളാ പാതിരാവിന്റെ നിശബ്ദതയിൽ തിരൂരങ്ങാടി മുഴുവനും കൈക്കലാക്കിയത്. അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കാൻ പറഞ്ഞ പെണ്ണേ, നീ നിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞ തുച്ഛമായ മതത്തിന്റെ വിധിവിലക്കുകളുള്ള തങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം നേർച്ച നടക്കുന്ന സമയത്ത് എനിക്കാരോടും ഒരു വൈരാഗ്യം കൊണ്ട് പറയല്ല. പാതിരാത്രിയിൽ വകല് കടിഞ്ഞ് ഞാൻ കോട് വകല് കടിഞ്ഞ് ഇതുവഴിയാണ് പോയത്. പുലർച്ചെ 2 മണിയായിട്ട് പോലും ഒരാൾ പോലും ഇല്ലാതെ, ഭർത്താവ് കൂടെയില്ലാതെ, സഹോദരങ്ങളില്ലാതെ തിരൂരങ്ങാടി മുഴുവനും പെണ്ണുങ്ങളുടെ തേരോട്ടമാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നരകത്തെ പേടിയില്ലേടി മോള്, സ്വർഗത്തിന് ആശയില്ല മോള്. 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് വേണ്ടി എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തിരൂരും പരിസര പ്രദേശങ്ങളിലുമൊക്കെ അരങ്ങാട്ടം നടക്കുകയാ. 3-ാം തീയതി വരുന്ന 3-ാം തീയതി പൊന്നാനിയിൽ ഇൻഷാ അല്ലാഹ് എന്റെ പ്രസംഗമുണ്ട്. വെച്ചതിന്റെ ബാക്കി ഞാൻ പറഞ്ഞുകൊള്ളാം. അരങ്ങ് തകർത്തിട്ട് ആടിത്തമർക്കുന്ന അശ്ലീലതയുടെ ഈ പെൺ സമൂഹത്തോട് ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് ഞാൻ എനിക്ക് ബാക്കി പറയാനുള്ളത് പറഞ്ഞുകൊള്ളാം. 3-ാം തീയതി പൊന്നാനിയിൽ വെച്ച് ചമ്രവട്ടത്ത് വെച്ച് അല്ലാഹു നാഥൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചറപ്പിന്റെ ദീനിനെ ആരെയും പേടിക്കാതെ പറയാൻ, ഒരു സ്ഥാനമാനത്തിന് വേണ്ടി ഒരു സത്യത്തെ മറച്ചു വെക്കാതിരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മനറാ മിൻകും മുൻകറാ
ആരുടെയെങ്കിലും മുമ്പിൽ അള്ളാന്റെ ദീനിന് വെറുക്കപ്പെട്ട ഒരു കാര്യം നടക്കുന്നത് കണ്ടാൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, ആദ്യം അവന് പറ്റുമെങ്കിൽ അവൻ കൈകൊണ്ട് തടഞ്ഞുകൊള്ളട്ടെ. കൈകൊണ്ട് തടയാൻ പറ്റുന്നതാണോ? തടയണം പെങ്ങളെ, തടയണം പെങ്ങളെ, തടയണം. ഇപ്പോ നിന്റെ മോന് ആടിത്ത് മുറുക്കാൻ പോകുമ്പോ, നിന്റെ മോൻ ഈ നേർച്ചക്കും അമ്പാരിക്കും ഹറാമിന് പോകുമ്പോ നിന്റെ കൈ കൊണ്ട് പിടിച്ചു നിർത്തിയിട്ട് പറയണം, പോകരുത് മോനെ, പോകരുത് മോളെ. അത് വാപ്പാടെ ധർമ്മമാണ്, അത് വാപ്പാടെ ധർമ്മമാണ്. കൈകൊണ്ട് തടുക്കാൻ കഴിയുമെങ്കിൽ കൈകൊണ്ട് തടുക്കണം. അതല്ല കൈകൊണ്ട് തടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ അതിന് കഴിയാതെ വന്നാൽ അവനവന്റെ നാവ് കൊണ്ട് തടയട്ടെ. അതാണ് വാക്കവി നിർവഹിക്കുന്നത്. കൈകൊണ്ട് തടയാൻ പറ്റില്ലെങ്കിൽ നാവ് കൊണ്ട് തടയുമടാ. ഈ നാവിന്റെ വെളിച്ചത്തെ അരിഞ്ഞു വിട്ടാൻ ആർക്കും സാധ്യമല്ല. ഇത് പടച്ചിറപ്പിന്റെ ദീനിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി റബ്ബ് നിയോഗിച്ച ദൗത്യമാ. നിനക്ക് കഴിയുമെങ്കിൽ നാവ് കൊണ്ട് തടയട്ടെ. ഇനി നാവ് കൊണ്ടും തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ പറയണം, ഈ കാണുന്ന ആനയും അമ്പാരിയും ഗാനമേളയും കെട്ടും ചെണ്ടയും ഒക്കെ ഇത് അനിസ്ലാമികമാണ്, ഇത് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടതല്ല. നിന്റെ ഖബറിൽ നീ മാന്യമായി കിടക്കില്ലടീ പെണ്ണ് എന്ന് ലോകത്തോട് നീ വിളിച്ചു പറയണം. ഇത് ഹറാമാണെന്ന് നീ വിളിച്ചു പറഞ്ഞു കൊടുക്കണം. അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ഹൃദയം കൊണ്ടെങ്കിലും നീ അതിനെ വെറുത്തു കളയണേ. തിരൂരുകാരെ ഹൃദയം കൊണ്ടെങ്കിലും വെറുത്തിട്ട് ഈ ആവാസം നടക്കുമ്പതിന്റെ മറുഭാഗത്തുനിന്ന് കാണാൻ നിൽക്കാട്. ഈ തടത്തുന്നവർ കാൽക്കൂട്ടം കാണുമ്പോ ആവേശം കൂടുമല്ലോ. ആ ആവേശമെങ്കിലും കൂട്ടാതെ നിനക്ക് വീടിന്റെ അകത്തിരുന്നു കൂടിരിപ്പണ്ടേ. അല്ലാഹുവിന്റെ റസൂല് പറയാ, അവന് കഴിയുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കഴിയാതിരുന്നാൽ ഹൃദയം കൊണ്ട് തടയട്ടെ. വലൈസ വറാദാലിക ഹബ്ബത്തു ഖർദലിൻ മിനൽ ഈമാൻ, ഈമാനിന്റെ അതിനേക്കാൾ താഴെ ഒരു ശാഖയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനെ ഇതിൽ വെറുത്ത് കളയണം. നാവ് കൊണ്ട് തടുക്കണം, നാവ് കൊണ്ട് തടുക്കണം. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഹൃദയം കൊണ്ട് വെറുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് നമ്മുടെ ബാധ്യതയാണ് മുസ്ലിമീങ്ങള്. ഇത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് മുസ്ലിമീങ്ങള്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നിസാഉൻ മായിലാത്തുൻ മുമീലാത്തുൻ റഊസുഹുന്ന കാസിനിമത്തിൽ ബുഖത്തിൽ മായിലാ മായിലാത്തുൻ മുമീലാത്തുൻ, അന്യ പുരുഷന്മാരുമായി ചാഞ്ഞും ചരിഞ്ഞും സ്വറ പറഞ്ഞും കളി പറഞ്ഞും തമാശ പറഞ്ഞും അവന്റെ കൂടെ കെട്ടിപ്പിടിച്ച് സെൽഫി എടുത്തും കല്യാണ രാവുകളിൽ അവനോട് സ്വറ പറഞ്ഞിട്ടും പാതിരാത്രികളിൽ അവനോട് മൊബൈലിൽ സംസാരിച്ചിട്ടും അന്യ പുരുഷനോട് ആടിക്കുറഞ്ഞു നടക്കുന്ന പെണ്ണുങ്ങൾ മായിലാത്തുൻ മുമീലാത്തുൻ, അവര് ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്നവരാ. അവര് അന്യപുരുഷന്മാരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നവരാ. അല്ലാഹുവിന്റെ റസൂല് പറയാ, ആ വിഭാഗത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ ഈ കാണുന്ന ഓരോ അനാധാരങ്ങളിലും അടിഞ്ഞാടി നടക്കുന്ന അതിലേക്ക് ആകൃതരാകുന്ന പെണ്ണുങ്ങൾ അവര് സ്വർഗത്തിലേക്ക് കടക്കൂല. സ്വർഗത്തിലേക്ക് കടക്കില്ലെന്ന് മാത്രമല്ല, ഓ അവര് സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കില്ല. കാരണം എന്തെന്നറിയോ? ആ പെണ്ണുങ്ങൾ സ്വർഗത്തിന്റെ നറുമണം ആസ്വദിക്കില്ല. സ്വർഗത്തിന്റെ നറുമണം സ്വർഗത്തിന്റെ 70 വർഷം അപ്പുറത്തേക്ക് പോകുമ്പോ അവിടം വരെ പരന്നൊടുങ്ങുന്ന സുഗന്ധമാണ് സ്വർഗത്തിന്റെ സുഗന്ധം എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള പെണ്ണുങ്ങളെ സ്വർഗത്തിന്റെ അയൽപക്കത്ത് പോലും അടുക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
പഠിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനൊരു വിമർശന പ്രസംഗം നടത്തിയതല്ല, ആരെയും മനസ്സു നോവിക്കാനല്ല. ഇതൊക്കെ നമുക്കൊരു അവസാനമില്ലേ? എല്ലാത്തിനും ഒരു അവസാനമില്ലേ? എല്ലാത്തിന്റെയും അവസാനം മരണമാണ്. ആരോടും മത്സരിക്കാനല്ല. അതുകൊണ്ട് ഇവിടെ നയിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിങ്ങൾ വാശി കാണിക്കരുത്. അടുത്ത വർഷം ഇതിനേക്കാൾ നല്ലത് ഇല്ല. ആരോടാണ് വാശി? ആരോടാണ് മത്സരം? ഇതേവരെ കേട്ടവരോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഇതുവരെ അറിവില്ലായ്മയായിരുന്നുവെങ്കിൽ, അറിയാത്തതായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ പറപ്പിനെ പോലെ വാക്കവി പറയാണ്. തെറ്റുതിരുത്തി ഇസ്ലാമിന്റെ പാതയിലേക്ക് തിരിച്ചു വരണേ സഹോദരിമാരെ, വിദ്യാർത്ഥികളെ. അള്ളാന്റെ ദീനിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊരു തിരിച്ചറിവിന്റെ വാളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.